ഏക സിവിൽ കോഡിൽ വിവാദ പ്രസ്താവനയുമായി കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂദ്. UCC നടപ്പാക്കിയാലും ഭാരതത്തിലെ മുസ്ലിങ്ങൾ അത് അംഗീകരിക്കേണ്ടതില്ല എന്നാണ് മസൂദ് പറയുന്നത്. ഗൗതം അനന്തനാരായണനുണ്ട്. ഗൗതം, ഈ ശരീഅത്ത് നിയമമാണ് മുസ്ലിങ്ങൾ പിന്തുടരേണ്ടതെന്നുള്ള വിവാദമായ ഒരു പ്രസ്താവനയാണ് കോൺഗ്രസ് എം പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. UCC രാജ്യത്ത് മൊത്തം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നത്. കോൺഗ്രസിന്റെ ലക്ഷ്യം ഇതിന് പിന്നിൽ എന്താണ്? രജനി, ഉത്തർപ്രദേശിലെ ഷഹാറൻപൂരിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP ഇമ്രാൻ മസൂദാണ് ഇത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡിനെ അംഗീകരിക്കേണ്ടതില്ല എന്ന ഒരു പ്രസ്താവന നടത്തിയത്. ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിനിടയിൽ ഇത്തരം പ്രസ്താവന ഇമ്രാൻ മസൂദ് നടത്തുകയായിരുന്നു. ഏകീകൃത സിവിൽ കോഡ് ഒരു രീതിയിലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല. ഇവിടെ ശരിയ നിയമം തന്നെയാണ് മുസ്ലിങ്ങൾ അംഗീകരിക്കേണ്ടത്. ആ രീതിയിൽ മുന്നോട്ട് പോകൂ എന്ന ഒരു പ്രസ്താവന ഈ MP നടത്തുകയായിരുന്നു. മുൻപും ഇമ്രാൻ മസൂദ് ചില വിവാദ പ്രസ്താവനകൾ നടത്തി വെട്ടിലായിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താൻ വധിക്കും അല്ലെങ്കിൽ വധിക്കണം എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്നൊരു പ്രസ്താവന നടത്തുകയും ഇതേ തുടർന്ന് അന്ന് UP പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലും വിവാദ പ്രസ്താവനകൾ മുമ്പും നടത്തിയിട്ടുള്ള ഒരു MP ആണ് ഈ ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്നുള്ള ഈ കോൺഗ്രസിൻ്റെ MP ഇമ്രാൻ മസൂദ്. ഇദ്ദേഹമാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചും ഒരു പ്രസ്താവന നടത്തി വിവാദത്തിലായിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടക്കുന്ന ഘട്ടം കൂടിയാണിത്. ഉത്തരാഖണ്ഡിൽ അടുത്തിടെ BJP സർക്കാർ UCC നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഗുജറാത്തിലും അസാമിലും UCC നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ പ്രത്യേക സമിതി നടത്തുകയാണ്. ഇതിനിടയിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇത് അംഗീകരിക്കേണ്ടതില്ല, ശരിയ മാത്രം കേട്ടാൽ മതി എന്ന പ്രസ്താവനയുമായി കോൺഗ്രസിന്റെ MP രംഗത്തെത്തിയത്. രജനി, എല്ലാവർക്കും തുല്യത എന്നൊരു നിലപാടുമായിട്ടാണ് ഈ ഏക സിവിൽ കോഡ് എന്ന രീതിയുമായിട്ട് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അപ്പോഴും ഇതിനെ ഈ രാജ്യത്തെ തന്നെ പിരിക്കുക അല്ലെങ്കിൽ വിഭജിക്കുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഈ MPയുടെ ഒരു പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത്? രജനി, ഏകീകൃത സിവിൽ കോഡിനെ പലപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കൾ എതിർക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും ഇതിനോട് വിയോജിപ്പില്ല. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം മുസ്ലിം വോട്ട് ബാങ്ക് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. തീവ്ര മുസ്ലിം വോട്ട് ബാങ്കിനെ അകറ്റുവാൻ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുവാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നതാണ് ഈ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് വേണം, വ്യക്തി നിയമങ്ങളിൽ ഏകീകൃത സ്വഭാവം വേണം എന്നത് സംബന്ധിച്ചുള്ള ആവശ്യം മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം വിവാഹവും വിവാഹമോചനവും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് ഏകീകൃത സിവിൽ കോഡിൻ്റെ ആവശ്യകത കൂടുതൽ ശക്തമായി വരുന്നത്. അതിനാൽ മുസ്ലിം സമൂഹത്തിനിടയിൽ, ലിബറൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും UCCയെ അനുകൂലിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ MPയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവും പലപ്പോഴും ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് എല്ലായിടത്തും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന തീരുമാനം തന്നെയാണ് BJPയുടെ ഇപ്പോഴത്തെ സർക്കാർ. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള ദേശീയ അജണ്ടകളിലൊന്ന് UCC തന്നെയാണ്. കാരണം അയോധ്യ രാമക്ഷേത്രം, അതുപോലെ തന്നെ മുത്തലാഖിൻ്റെ നിരോധനം, ഒപ്പം ജമ്മു കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചത്, അതുപോലെ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം, ഇങ്ങനെയുള്ള പല പ്രഖ്യാപിത നയങ്ങൾ BJP വർഷങ്ങളായി തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ചൂണ്ടിക്കാണിക്കുന്ന ദേശീയ വിഷയങ്ങളാണിതെല്ലാം. അതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു, അതെല്ലാം നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും BJPയുടെ പ്രഖ്യാപിതമായ നയം, ജനസംഘം 951 രൂപീകരിച്ച കാലം മുതൽ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രഖ്യാപിത നയങ്ങളിൽ ഇനിയും നടപ്പാക്കാനുള്ള ശേഷിക്കുന്നതായ ചില കാര്യങ്ങൾ, അത് ഏകീകൃത സിവിൽ കോഡ്, അതോടൊപ്പം തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ദേശീയ തലത്തിലുള്ള ചില നിയമങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്. അതിനാൽ UCC മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ദേശീയ തലത്തിൽ തന്നെ നടപ്പാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ UCC നടപ്പാക്കുന്നത്. രജനി, ശരി ഗൗതം.